ഫോർഡ് ഫിയസ്റ്റ ഡീസൽ വണ്ടിയാണ്. ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ ഇതാണ് കംപ്ലൈൻറ്റ്. ചില ടൈമിൽ മാത്രമേ ഈ കംപ്ലൈൻറ്റ് കാണിക്കുന്നുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് എൻജിൻ റൂം ഒന്ന് കാണാം. എൻജിൻ റൂമിൽ നമുക്ക് ഈ ഒരു കംപ്ലൈൻറ്റിന് ഇപ്പം നിലവിൽ കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ലൂസുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോൾട്ട് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. PCM മോഡുകൾ, ഈ PCM മോഡുകളുടെ ഗ്രൗണ്ട് ലൈനാണ്. നമ്മൾ ഊരി കഴിഞ്ഞപ്പോൾ ഇതുണ്ടോ, ഫുള്ള് ക്ലാവ് കാര്യങ്ങളെല്ലാം പിടിച്ചിരിപ്പുണ്ട്. തരി കുറഞ്ഞ സാൻഡ് പേപ്പർ ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാം നമ്മൾ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം തിരിച്ച് കണക്ട് ചെയ്യാണ്. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഈ കംപ്ലൈൻറ്റ് മാറിയെന്നോ. നിസ്സാരം ഒരു വയറേൽ കിട്ടുന്ന പണികളൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് എന്തായാലും ആദ്യം ഈ ഒരു കംപ്ലൈൻറ്റ് കണ്ടതൊന്ന് നോക്കാം. അപ്പം നമ്മൾ ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് ടെർമിനൽ വരുന്നത് ബോൾട്ടും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ് മാറിയത്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ബാറ്ററിയുടെ ഭാഗം ഒന്ന് നോക്കണം. ഫോർഡിൻ്റെ വണ്ടിയുടെ മസ്റ്റായിട്ട് നോക്കുക. വണ്ടി സ്റ്റാർട്ടാവുന്നില്ലെങ്കിൽ ബാറ്ററിയുടെ നെഗറ്റീവ് കേബിളെ വരുന്ന ലൈൻ എന്തെങ്കിലും ക്ലാവോ കാര്യങ്ങളോ പിടിച്ചിട്ട് കറക്റ്റ് കോണ്ടാക്റ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാര്യം ശ്രദ്ധിക്കുക കേട്ടോ.